നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. LDF 8 നിലയിൽ പൊട്ടിയിട്ടും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. തോറ്റിട്ടും ഒരക്ഷരം മിണ്ടാതെ പിണറായി മുങ്ങി. പക്ഷേ AK ബാലൻ യുദ്ധഭൂമിയിലിറങ്ങി മെഴുകൽ തുടങ്ങിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി SDPI വോട്ടിലാണ് UDF ജയിച്ചതെന്ന്, അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന്. എന്തുതരം ചൊറിച്ചിലാണടെ ഈ ടീംസിന്! ഇവരുടെ അഹങ്കാരത്തിനാണ് ഒരൊറ്റ സീറ്റ് കൊടുത്ത് ജനങ്ങൾ മൂലയിൽ ഇരുത്തിയത്. ഇപ്പോൾ BJPക്ക് ഒപ്പത്തിനൊപ്പമാണ് സ്ഥാനം. എന്നിട്ടും അഹങ്കാരം ഒന്ന് നോക്കണേ. വർഗീയതയുടെ വോട്ടും പിടിച്ച് അധികാരത്തിൽ ഞെളിഞ്ഞിരിക്കുന്നവർ തന്നെയാണ് UDF വിജയം SDPI സഹായം കൊണ്ടാണെന്ന് തള്ളുന്നത്. ആലപ്പുഴയിൽ CPM 8 നിലയിൽ പൊട്ടാൻ കാരണം എന്താണ് സഖാവേ? SDPI ബന്ധത്തിന്റെ പേരിൽ ആലപ്പുഴയിലെ CPMൽ നിന്ന് പുറത്തുപോയത് എത്ര നേതാക്കളാണ്? വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുത്തിട്ട് നിന്ന് ഡയലോഗ് അടിക്കരുത്. നിങ്ങൾ വിതച്ചതാണ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളെ വെറുപ്പിക്കാവുന്നതിന്റെ അങ്ങേയറ്റം വെറുപ്പിച്ചു. അവരെ ചവിട്ടി തേച്ചപ്പോൾ ഓർത്തില്ല വീണ്ടും വോട്ട് തെണ്ടാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെന്ന്. ഞങ്ങൾ ജനവിധി അംഗീകരിക്കുന്നു. ഇപ്പോഴുണ്ടായ പിഴവുകൾ തിരുത്തി ജനകീയ പാർട്ടിയായി ഞങ്ങൾ തിരിച്ചു വരുമെന്നൊരു വാക്ക് AK ബാലന്റെ നാവിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ഒരു നേതാവിൽ നിന്ന് വന്നിരുന്നുവെങ്കിൽ ജനങ്ങൾ കൈയടിച്ചേനെ. അതിനു പകരം വലതിന്റെ വിജയം സഹിക്കവയ്യാതെ ചൊറിച്ചിലും കൊണ്ട് ചെന്നതാണ് ബാലൻ. ഇപ്പോൾ എയറിലാണ്. എല്ലാ അർത്ഥത്തിലും പിണറായിസം വീണ്ടും തകർന്ന് തരിപ്പണമായ കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ആലത്തൂരിൽ മന്ത്രി K രാധാകൃഷ്ണൻ മത്സരിച്ചതുകൊണ്ട് മാത്രമാണ് പെങ്ങളൂട്ടിയെ വീഴ്ത്തി ആ സീറ്റിൽ ജയിക്കാൻ CPMന് കഴിഞ്ഞത്. അതുകൂടെ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നിന്ന് നാറിപ്പോയേനെ. എളമരം കരീമിനെയും KK ശൈലജയെയും തോമസ് ഐസക്കിനെയും MV ജയരാജനെയും എല്ലാം മത്സരിപ്പിച്ചതിന് പിന്നിൽ ചില ലക്ഷ്യങ്ങൾ ചിലർക്കുണ്ട് എന്ന വിലയിരുത്തലുകൾ ഉയർന്നു വന്നിരുന്നു. CPMൽ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട ശൈലജ ടീച്ചറും തോറ്റു തുന്നം പാടി. ഇതോടെ CPMൽ ചിലർ പാർട്ടിക്കുള്ളിൽ ശത്രുവായി കണ്ട എല്ലാവരും 2024 ജനവിധിയിൽ തോറ്റു. മന്ത്രിയായ K രാധാകൃഷ്ണനും ഈ പട്ടികയിൽ ഉണ്ട് എന്ന് ചിലർ പ്രചരിപ്പിച്ചിരുന്നു. പക്ഷേ തദ്ദേശവാസി എന്ന ജനകീയ മുഖം ആലത്തൂരിൽ രാധാകൃഷ്ണന് തുണയായി. മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ലായിരുന്ന KK ശൈലജയെ പോലും വടകരയിൽ മത്സരിപ്പിച്ചു. അതിനുശേഷം പാനൂരിൽ ബോംബ് പൊട്ടിച്ചു. TP ചന്ദ്രശേഖറിന്റെ കൊലപാതകികളെ മഹത്വവൽക്കരിച്ചു. ഇതെല്ലാം വടകരയിൽ ഷാഫി പറമ്പിലിന് വലിയ വിജയമൊരുക്കിക്കൊടുത്തു. അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനകീയയായ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതി വന്നു. ഇതിന് പിന്നിൽ CPMലെ അടിയൊഴുക്കുകളും കാരണമായി എന്ന് പറയണം. പിണറായിക്ക് പകരം CPMലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശൈലജ. അടുത്ത തവണ 2 തവണ MLA ആയി എന്ന ന്യായത്തിൽ ശൈലജയ്ക്ക് നിയമസഭാ സീറ്റും നൽകില്ല. അങ്ങനെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതം തളച്ചിടുക തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നിൽ പിണറായി തന്നെയാണ്. CPMൽ ഇനി ആത്മപരിശോധനയുടെ കാലമാണ്. ശൈലജ ടീച്ചർ അടക്കം പരാതികൾ നേതൃത്വത്തിനു മുന്നിൽ വെക്കാൻ സാധ്യതയുണ്ട്. വടകരയിലും കണ്ണൂരിലുമെല്ലാം CPMൽ പലവിധ പ്രശ്നങ്ങളുണ്ടെന്നാണ് സൂചന. EP ജയരാജൻ അടക്കമുള്ളവരുടെ വിവാദമുണ്ടാക്കലും ശൈലജയെ പോലുള്ളവരെ പലപ്പോഴും വേദനിപ്പിച്ചിരുന്നു. തോൽവിയെല്ലാം ഈ വിഷയത്തിൽ നേതൃത്വത്തിനു മുന്നിലേക്കെത്തും. കൂടുതൽ ഉൾപാർട്ടി ചർച്ചകൾ CPMൽ ആവശ്യമാണെന്ന തിരിച്ചറിയൽ ഈ തോൽവിയിൽ നിന്നും CPMന് അകത്തുണ്ടാകുന്നുണ്ട് എന്നാണ് ചർച്ചകൾ. എന്നാൽ ലോക്സഭയിലെ ദേശീയ രാഷ്ട്രീയമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ ചർച്ചയാക്കാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമം.